Hi dears, welcome back to Arcanics. എടാ മക്കളെ ആൽക്കോഹോൾസ് ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്ന ഓർഗാനിക് ചാപ്റ്ററിൽ നിന്നുള്ള 3 അസർഷൻ റീസൺ ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ നോക്കാം, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ അസർഷൻ ഒന്ന് വായിച്ചു നോക്കിയത് നിങ്ങൾ. ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ ഓഫ് തേർഡ് ബ്യൂട്ടനോൾ പ്രൊസീഡ്സ് ഫാസ്റ്റർ ദാൻ നോർമൽ ബ്യൂട്ടനോൾ. അത് ശരിയാണ്. കാരണം തേർഡ് ബ്യൂട്ടനോൾ എന്ന് പറയുമ്പോൾ അതൊരു ടെറിഷറി ആൽക്കഹോളാണ് അല്ലെ. തേർഡ് ബ്യൂട്ടനോൾ എന്ന് പറയുന്നത് ടെറിഷറി ആൽക്കഹോൾ, അതാണ് തേർഡ് ബ്യൂട്ടനോൾ. ഇയാള് ഡീഹൈഡ്രേറ്റ് ചെയ്യും. ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ നടക്കുമ്പോൾ ഇവിടെ വന്നിട്ട് H+ അറ്റാക്ക് ചെയ്യും ഓക്സിജന് മുകളിലെ ലോൺ പെയറിനെ. അപ്പോൾ വാട്ടർ മോളിക്യൂൾ ഇവിടുന്ന് ലീവ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് തേർഡ് ബ്യൂട്ടൈൽ കാറ്റയോൺ, അതായത് CS3 ത്രൈസ്, ഇതൊക്കെ അറിയാം. CS3 ത്രൈസ് ചെയ്താ C+, തേർഡ് ബ്യൂട്ടൈൽ കാറ്റയോൺ ആണ് ഫോം ചെയ്യുക. E1 മെക്കാനിസം ആണ്. കാർബോ കാറ്റയോൺ ആണ് റിയാക്ഷന്റെ ഇന്റർമീഡിയറ്റ്. ഇതേപോലെ നോർമൽ ബ്യൂട്ടനോൾ ആണെങ്കിലോ, നോർമൽ ബ്യൂട്ടനോൾ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ചെയിൻ ബ്യൂട്ടനോൾ ആണ്. CS3 CH2 CH2 CH2OH. ഇത് ആസിഡ് കാറ്റലൈസ് ഡീഹൈഡ്രേഷൻ നടക്കുമ്പോൾ ആദ്യ സ്റ്റെപ്പിൽ H+ വന്നിട്ട് ലോൺ പെയറിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ H2O+ ഉണ്ടാവും. ഇവിടുന്ന് വാട്ടർ മോളിക്യൂൾ ലീവ് ചെയ്യും, ഡീഹൈഡ്രേറ്റ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാർബോ കാറ്റയോൺ കിട്ടും. ഏതാ കാർബോ കാറ്റയോൺ? CS3 CH2 CH2+ ആണ്. അത് പ്രൈമറി കാർബോ കാറ്റയോൺ ആണ്. സോ നോർമൽ ബ്യൂട്ടനോളിൽ നിന്ന് പ്രൈമറി കാറ്റയോൺ ആണെങ്കിൽ തേർഡ് ബ്യൂട്ടനോളിൽ നിന്ന്, തേർഡ് ബ്യൂട്ടൈൽ ആൽക്കഹോളിൽ നിന്ന് ടെറിഷറി കാറ്റയോൺ ആണ് കിട്ടുന്നത്. ടെറിഷറി കാർബോ കാറ്റയോൺ ആണ് പ്രൈമറിയേക്കാൾ സ്റ്റേബിൾ. അതുകൊണ്ട് സ്വാഭാവികമായും കാർബോ കാറ്റയോണിന്റെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചാണ് റിയാക്ടിവിറ്റി പറയാം. സോ തേർഡ് ബ്യൂട്ടനോൾ പ്രൊസീഡ്സ് ഫാസ്റ്റർ ദാൻ നോർമൽ ബ്യൂട്ടനോൾ. ഏത് പ്രോസസ്സിൽ? ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ. ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അതിന്റെ റീസൺ എന്താ കൊടുത്തത്? ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ പ്രൊസീഡ്സ് വയ ദ ഫോർമേഷൻ ഓഫ് എ കാർബോ കാറ്റയോൺ. കറക്റ്റ് ആണ്. അപ്പൊ ടെറിഷറി കാറ്റയോൺ പ്രൈമറിനേക്കാൾ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ അസേർഷനും റീസണും കറക്റ്റ് ആണ്. എന്ന് മാത്രമല്ല, റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ ഓൾസോ. So assertion and reason are correct and R is the correct explanation of assertion. Option A ആണ് right answer. Next question നോക്കൂ. Solubility of normal alcohol in water decreases with increase in its relative molecular mass. അതായത് ആൽക്കഹോളിന്റെ മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ച് സോളിബിലിറ്റി ഡിക്രീസ് ആവും. ശരി. കാരണം ആൽക്കഹോളിന് 2 എൻഡുകളുണ്ട്. ഒന്ന് ROH. ഇതിൽ ഈ OH പാർട്ടാണ് ഹൈഡ്രോഫിലിക് എൻഡ്. ഇയാള് വാട്ടർ മോളിക്യൂളുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ് ഡിസൊല്യൂഷൻ സാധ്യമാവുന്നത്. ആൽക്കഹോൾ വെള്ളത്തിൽ ലയിക്കാനുള്ള കാരണം, ലയിക്കുന്നതിന് കാരണം ഈ ഹൈഡ്രജൻ ബോണ്ടാണ്. ആൽക്കഹോൾ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ ആൽക്കഹോളിന്റെ OH എന്ന് പറയുന്ന എൻഡ് വാട്ടർ മോളിക്യൂളുമായിട്ട് ഹൈഡ്രജൻ സോൾവെന്റ് മോളിക്യൂളുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ് സോളുബിൾ എന്ന് പറയുന്നത്. അതേസമയം ഈ ഒരു ആൽക്കൈൽ പാർട്ട് അത് ഹൈഡ്രോഫോബിക് പാർട്ടാണ്, വാട്ടർ റിപ്പലിംഗ് പാർട്ടാണ്. അപ്പൊ ഈ ഭാഗത്തിന്റെ സൈസും മാസും ഒക്കെ കൂടുന്നതിനനുസരിച്ച് സോളിബിലിറ്റി കുറയും. സോ ലോവർ ആൽക്കഹോൾസ് ആണ് എളുപ്പം ലയിക്കുക. മാസ് കൂടുന്നതിനനുസരിച്ച് സോളിബിലിറ്റി കുറഞ്ഞു വരും. അതാണ് അവർ പറഞ്ഞത്. Solubility of alcohol in water decreases with increase in its molar mass. ശരിയാണ്. മെഥനോൾ, എത്തനോൾ, പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ എന്ന് പറഞ്ഞ മോളിക്കുലർ മാസ് കൂടി ഹയർ ആൽക്കഹോൾസിലേക്ക് പോകുന്നതിനനുസരിച്ച് സോളിബിലിറ്റി ഡിക്രീസ് ആവും. സോ അസേർഷൻ കറക്റ്റ് ആണ്. റീസൺ കൊടുത്തത് the relative proportion of the hydrocarbon part in alcohol increase with increase in molar mass. ശരിയാണ്. മോളിക്കുലർ മാസ് കൂടുന്നതിനനുസരിച്ച് ഈ ഹൈഡ്രോഫോബിക് പാർട്ടിന്റെ സൈസ് കൂടി വരും. അങ്ങനെ കൂടി വരുമ്പോ പെർമിറ്റ്സ് എൻഹാൻസ്ഡ് ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് വാട്ടർ. അത് തെറ്റാണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുന്നതിന് തടസ്സം ക്രിയേറ്റ് ചെയ്യുക. ഹൈഡ്രജൻ ബോണ്ട് വീക്ക് ആവാനാണ് അത് പ്രേരിപ്പിക്കുക. അല്ലാതെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുന്നതിനെ എൻഹാൻസ് ചെയ്യല്ല ചെയ്യുന്നത്. ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുന്നതിനെ റെസ്ട്രിക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ എൻഹാൻസസ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞതോടുകൂടി ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായി പോയി. സോ റീസൺ തെറ്റാണ്, അസേർഷൻ ശരിയാണ്. അസേർഷൻ ഇസ് കറക്റ്റ് ആൻഡ് റീസൺ ഇസ് നോട്ട് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അങ്ങനെയാണ് മക്കളെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ.
anisole undergoes electrophilic substitution at ortho-para position. ശരിയാണോ? അനിസോൾ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിംഗിൽ OCS3 വരുമ്പോഴാണ് അനിസോൾ എന്ന് പറയുക. മക്കളെ അനിസോൾ ഓക്സിജന്റെ മുകളിൽ ലോൺ പെയർ അവൈലബിൾ ആണ്. സോ ഇറ്റ് ഈസ് എ പ്ലസ് ആർ ഗ്രൂപ്പ്. പ്ലസ് ആർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓർത്തോ പാരാ പൊസിഷനിലെ നെഗറ്റീവിന്റെ അളവ് കൂട്ടും. അപ്പൊ സ്വാഭാവികമായും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ ഇപ്പൊ നൈട്രേഷൻ ആണെങ്കിൽ NO2+ ആണ് ഇലക്ട്രോഫൈൽ, ബ്രോമിനേഷൻ ആണെങ്കിൽ Br+ ആണ്, സ്വാഭാവികമായും ഓർത്തോ പാരയിലേക്കാണ് അട്രാക്ട് ചെയ്യപ്പെടുക. സോ അനിസോൾ OCS3 group is an activating group. It activates the benzene ring towards electrophilic substitution reaction. അതായത് ബെൻസീൻ നടത്തുന്നതിനേക്കാൾ ഫാസ്റ്റർ ആയിട്ടുള്ള നൈട്രേഷനും ബ്രോമിനേഷനും ഒക്കെയാണ് അനിസോൾ നടത്തുന്നത്. കാരണം ബെൻസീന് പകരം അനിസോൾ ആവുമ്പോൾ ഈ OCS3 ഗ്രൂപ്പ് അവന്റെ കയ്യിലുള്ള ലോൺ പെയറിനെ റിംഗിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നു ത്രൂ റെസൊണൻസ്. ഇത് കാരണം റിംഗിന്റെ ഓർത്തോ പാരാ പൊസിഷന്റെ റെസൊണന്റ് ഇൻഡെക്സ് വരച്ചു നോക്കിയാൽ കിട്ടും. ഓർത്തോ പാരാ പൊസിഷൻ നെഗറ്റീവ് റിച്ച് ആവുന്നു. അപ്പൊ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഇലക്ട്രോഫൈലുകൾ എളുപ്പം ഓർത്തോ പാരാ കോർണറിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് അനിസോള് മോർ റിയാക്റ്റീവ് ദാൻ ബെൻസീൻ ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതായത് ബ്രോമിനേഷൻ, നൈട്രേഷൻ, ഫിഡൽക്രാഫ് ആൽക്കൈലേഷൻ, അസൈലേഷൻ, ഇതൊക്കെയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഇതില് ബെൻസീനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും അനിസോൾ. അതുകൊണ്ടാണ് പറയുന്നത് OCS3 is an activating group. Means OCS3 activates the ring towards electrophilic substitution reaction, and OCS3 directs the incoming electrophile to orthopara. So it is orthopara directing also. ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഓർത്തോപാര പ്രൊഡക്റ്റ് ആണ്. യൂഷ്വലി പാരാ പ്രൊഡക്റ്റ് ആണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. സോ അങ്ങനെയാണെങ്കിൽ പറയും അനിസോൾ undergoes electrophilic substitution at orthopara position. ശരിയാണ്. And OCS3 group is an activating group. Yes, activating group ആയതുകൊണ്ടാണ് orthopara directing nature കാണിക്കുന്നത്. So both assertion and reason are correct, and reason is the correct explanation of assertion also. So option A is the right answer. Okay, thank you all.